ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വർഷ അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ടല്ലോ, ആൻറ്റി എന്തിനാ എപ്പോഴും ഈ രേവതി ചേച്ചിയെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കും, അതെന്താ അവൾ നിന്നോട് വന്ന് കംപ്ലൈൻറ്റ് വല്ലതും പറഞ്ഞോ, ഞാൻ ചീത്ത പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വർഷ പറയും, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് വേണോ, ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, എനിക്കറിയത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഈ വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ശ്രുതി ചേച്ചിയാണ്. ശ്രുതി ചേച്ചി എന്തിനാ താലിമാല എന്നിട്ട് ആ മാല വിറ്റേന് എന്തിനാ ഈ രേവതി ചേച്ചിയെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, മോൾക്ക് അവളെപ്പറ്റി ശരിക്കും അറിയാനിട്ടാ സച്ചിയെ കീ കൊടുത്ത് വിടുന്നത് ആ രേവതിയാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ശ്രുതി ചേച്ചിയോട് ആരും മാല വിൽക്കാറൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മ പൈസ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് മഹിമാൻറ്റിയുടെ വലിയ മനസ്സ്, പക്ഷേ സാധനം അവിടെ വെച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോളെ, പക്ഷെ നീ ഇങ്ങനെ മഞ്ഞച്ചരടിട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണേ. വർഷ പറയുന്നുണ്ട്, ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലിലാണ് ഞാൻ ഇങ്ങനത്തെ താലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കണ്ടിരിക്കുന്നത്, അത് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ എന്തൊരു ഫൂളിഷാന്ന് വിചാരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ എൻ്റെ റിയൽ ലൈഫിൽ ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഇമോഷണൽ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നാലും ശ്രുതി ചേച്ചി ആ പൈസ ഇപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മ തിരിച്ചു കൊണ്ട് തരാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട വർഷേ, അതൊന്നും ശരിയാവത്തില്ല, കാരണം ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്, മഞ്ഞച്ചരട് ഇട്ടു എന്നുള്ളതൊരു പ്രശ്നമൊന്നും ആക്കി എടുക്കണ്ട, എൻ്റെ ശ്രുതി നന്നായിട്ട് ജോലി ചെയ്ത് ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ട് ആ താലി എനിക്ക് എടുത്തു തരും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാനിപ്പോൾ പോവാണ് ജോലിക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവാണ്. പിന്നാലെ വർഷയും ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും തമ്മിലുള്ള സംഭാഷണമാണ്. മീര ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ശ്രുതി, ഒരു ദിവസം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു ദിവസമല്ല ആയിട്ടുള്ളൂ, അപ്പോഴേക്കും സ്വർണ്ണ ചെയിനിൽ നിന്നും മഞ്ഞ ചരടിലോട്ട് എത്തിയോ, എന്താടി ഇതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യാനായിരുന്നു, വർഷയുടെ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെട്ട് നിൽക്കണമായിരുന്നു, ഇതിപ്പോൾ അവരുടെ പൈസ തിരിച്ചു കൊടുത്തു എന്നുള്ളൊരു സമാധാനമുണ്ട് ഞങ്ങൾക്കെന്ന് പറയുമ്പോഴേക്കും മീര പറയും, എന്നാലും നിൻ്റെ അമ്മായിയമ്മ നിനക്ക് സ്വർണ്ണ ചെയിൻ എടുത്ത് തരാമെന്ന് പറഞ്ഞതല്ലേ, നിനക്കത് മേടിച്ചിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഏയ് അതൊന്നും ശരിയാവില്ലടി. അപ്പോൾ പറയും, ശ്രുതി നിൻ്റെ വീട്ടിൽ കോടീശ്വരിയായ മരുമകളുണ്ട്, അവരുടെ മുമ്പിൽ നീ മഞ്ഞച്ചരടിട്ട് നടക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇല്ല, ഇനി കുറച്ച് നാളത്തേക്ക് എന്നെ രക്ഷിക്കാൻ പോകുന്നത് ഈ മഞ്ഞച്ചരട, എന്നെ സംരക്ഷിക്കുന്നത്. അപ്പോൾ മീര പറയും, മഞ്ഞച്ചരട് സംരക്ഷിക്കുമെന്നോ, അതെങ്ങനെയാ, ശ്രുതിയുടെ അഭിമാനം കാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ താലിമാല വിറ്റത് ശ്രുതിക്ക് ഭയങ്കര കാര്യമായിട്ടിരിക്കുക, അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം ഇപ്പോൾ ശ്രുതിക്ക് കൂടിയിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മഞ്ഞച്ചരടാണ് എന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന്. ഞാൻ അങ്ങനെ ചെയ്തത് കാരണം ശ്രുതി ഭയങ്കരമായിട്ട് ഇമോഷണലായിരിക്കുക, ഈ മഞ്ഞച്ചരട് കാണുമ്പോൾ ശ്രുതിക്ക് അത് ഓർമ്മ വരണം, അത് മാത്രമല്ല ഇനി ആ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രുതി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ മീര പറയുന്നുണ്ട്, ശരി, അതുകൊണ്ട് നിനക്ക് എന്താ ഉപകാരമെന്ന് ചോദിക്കും, ആൻറ്റി തരുന്ന സ്വർണ്ണമാല മേടിച്ചിട്ടൂടായിരുന്നോ നിനക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, ഇല്ലടി, അതൊട്ടും ശരിയാവില്ല, അമ്മ ഇപ്പം താലിമാല മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാനത് മേടിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ശ്രദ്ധ മുഴുവനും അതിലായിരിക്കും, അമ്മയുടെ കാശ് കൊണ്ടാണല്ലോ മാല മേടിക്കുന്നത്, അപ്പോൾ പിന്നെ അമ്മ എന്നോടത് ചോദിച്ചുകൊണ്ടിരിക്കും ആ പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടി, നിൻ്റെ അച്ഛൻ എപ്പോൾ വരും എന്നുള്ള ചോദ്യം കേൾക്കേണ്ടി വരും ഞാൻ എപ്പോഴും ആ പൈസ അവർക്ക് കൊടുക്കുന്നത് വരെ. കുറച്ച് നാൾ ഈ മഞ്ഞച്ചരട് ഇട്ട് നടന്നു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലെ മരുമകൾ തൻ്റെ മോനെ വേണ്ടി സ്വന്തം താലിമാല വിറ്റു എന്നുള്ളൊരു മൈൻഡായിരിക്കും ആൻറ്റിയുടെ മനസ്സിൽ, അതുകൊണ്ട് ആ കുറ്റബോധം മനസ്സിലുള്ളത്രയും കാലത്തോളം എൻ്റെ അടുത്ത് വന്ന് അച്ഛൻ എവിടെ അമ്മ എവിടെയെന്നൊന്നും ചോദിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മഞ്ഞച്ചരട് എന്നെ രക്ഷിക്കുന്നു. അപ്പോൾ മീര പറയും, ആ നീ പറയുന്നതൊക്കെ ശരി, ഇതൊക്കെ നല്ലതിന് വേണ്ടി സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ മീര പറയുവാണേ. പിന്നെ കാണിക്കുന്നത് രേവതി ഇങ്ങനെ ഇരുന്ന് പോകട്ടുവാണേ. സച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും വിശേഷമൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ വിശേഷം പറയുമ്പോഴും രേവതിക്ക് അത്ര ഉഷാറൊന്നും ഇല്ല, ഇങ്ങനെ തളർന്നിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നിൻ്റെ മുഖം എന്തെന്ന് വാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല പനി. അപ്പോൾ സച്ചി പറയും, ഇതെന്താ രേവതി ഇങ്ങനെ പൊള്ളുന്നത്, നിനക്ക് നല്ല പനിയുണ്ട്, വാ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, അയ്യോ ഇല്ല വേണ്ട സച്ചി ഏട്ടാ, ഹോസ്പിറ്റലിലൊക്കെ എന്തിനാണ് പോകുന്നത്, മരുന്ന് മേടിച്ചാൽ മതി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറയും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കാനോ, ഇപ്പോഴത്തെ പനിക്ക് അങ്ങനെ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, ഡോക്ടറെ കണ്ടു തന്നെ മേടിക്കണം, നീ വാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോഴും രേവതി സമ്മതിക്കുന്നില്ല. സച്ചിയേട്ടാ ഡോക്ടറെ കാണിച്ച് വെറുതെ പൈസ കളയണ്ട, ഇത് സാധാരണ പനിയാണ്, എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 2 ഗുളിക മേടിച്ച് തന്നാൽ മതി, ഞാനത് കഴിച്ചോളാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി രേവതി ഒട്ടും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ സച്ചി പറയും, ആ ശരി എന്നാൽ ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ടും വരാം, പക്ഷേ നീ ഇപ്പോൾ കുറച്ചു നേരം കിടന്നൊന്ന് റെസ്റ്റ് എടുത്തേ, വാ ഈ മുറി കിടക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ആ മുറിയിൽ അമ്മ കിടന്നുറങ്ങുക സച്ചിയേട്ടാ, അന്ന് ഈ മുറി കിടക്ക്, അവരിപ്പോഴും
വന്നിട്ടൊന്നുമില്ലല്ലോ, നീ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്ക്. അയ്യോ എനിക്ക് പണിയുണ്ടെന്ന് രേവതി ഒരുപാട് പറയുന്നുണ്ടേ. കുറച്ച് നേരം കിടക്ക് രേവതി, പണിയൊക്കെ പിന്നെ എടുക്കാം, നിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ നിൻ്റെ ക്ഷീണമൊക്കെ മാറും, വാ കിടക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധിച്ച് രേവതിയെ നമ്മുടെ ശ്രുതിയുടെയും മുറിയിലോട്ട് കൊണ്ടുപോവാണ്. സച്ചി എന്നിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പുറത്തോട്ടും പോവേ. പനിയല്ലേ രേവതിക്ക്, നല്ല പനിയായതുകൊണ്ട് തന്നെ രേവതി ആ മുറിയിലോട്ട് പോയി കട്ടിലിരിക്കുന്നതും തന്നെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ പാവാ ക്ഷീണിച്ച് അങ്ങനെ ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പണി കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ ശ്രുതി വരുമ്പോൾ തന്നെ ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിലോട്ട് പോവാണ്. മുറിയിലോട്ട് പോകുമ്പോൾ ഒരു രേവതി കിടക്കുന്നു കേട്ടോ. ശ്രുതിക്ക് അത് കാണുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വരും. ശ്രുതി നോക്ക്, ശ്രുതി ഇതാരാ കിടക്കുന്നതെന്ന് നമ്മുടെ മുറിയിൽ. അപ്പോൾ ശ്രുതി പറയും, ആര് കിടക്കുന്നു? അപ്പം നോക്കുമ്പോൾ രേവതി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, ഇവളെന്താ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നേ? അപ്പോൾ തന്നെ ശ്രുതിക്കും അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ശ്രുതി നേരെ പോയി അമ്മയെ വിളിക്കുവാണ്. അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ചന്ദ്ര മുറി തുറന്ന് പുറത്ത് വരുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇതെന്താ അമ്മേ, മുറിയിൽ ആളില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് കയറി കിടക്കോ? അപ്പോൾ ചന്ദ്ര പറയും, എന്താടാ നീ പറയുന്നത്? മനുഷ്യൻ പണി കഴിഞ്ഞ് അത്രയും ടെൻഷൻ അനുഭവിച്ച് ഇങ്ങോട്ട് വരുവാ കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കിടന്നതിന് എൻ്റെ ശരിയാവും, അത് കിടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ചന്ദ്ര പറയും, എന്താണ് ഇപ്പോൾ പ്രശ്നം? നോക്കമ്മേ മുറിയിൽ ആരാ കിടന്നുറങ്ങുന്നതെന്ന്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയും, ആരാടാ മുറിയിൽ കിടക്കുന്നത്? ആ രേവതി, അവൾ സുഖമായിട്ട് മുറിയിൽ കിടന്നുറങ്ങുക, അമ്മ വന്ന് നോക്കുമെന്ന് പറയുവാണ്. അവൾ കിടന്നുറങ്ങുന്നു, നോക്കട്ടെ ഞാനെന്ന് പറഞ്ഞ് ചന്ദ്ര അവരുടെ മുറിയിലോട്ട് പോകുവാണേ. പോകുന്ന വഴിക്ക് രേവതിയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൾ എവിടെ ഇരുന്ന് എത്ര നേരം പോകട്ടുമായിരുന്നല്ലോ, ഇത് എപ്പോൾ പോയി കിടന്നു എന്ന് പറഞ്ഞ് മുറിയിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വരുവാണ് നടത്തമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്ര, എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നോക്കുന്നേ ഇത്രയും നേരത്തെ തന്നെ അവൾ പോയി മുറിയിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുമോ ഇവരുടെ മുറിയിൽ. അപ്പോൾ രവീന്ദ്രൻ പറയും, അവൾ കിടക്കട്ടെ, ഈ ഒരാഴ്ച അവർക്കുള്ളതല്ലേ ആ മുറി. അവൾ പറയും, എന്നും പറഞ്ഞ് ഇങ്ങനെ ഈ സമയത്ത് കയറി കിടക്കാവോ? അപ്പോൾ രവീന്ദ്രൻ പറയും, വൈകുന്നേരം തന്നെ അവളുടെ മുഖത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ രേവതി ഈ സമയത്ത് കിടക്കാറില്ലല്ലോ. അപ്പോൾ തന്നെ ചന്ദ്രക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ എന്നാലും ഇത് ശരിയല്ല അച്ഛാ, ഞാനിപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല, ഞാനൊരു ബിസിനസ് മാനാണ്, അത്രയും ടെൻഷൻ ആൾക്കാരുടെ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് അത്രയും ക്ഷീണിച്ച് ടയേർഡായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നേരം കിടക്കാൻ പോലും മുറിയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഞങ്ങളുടെ മുറി താച്ചാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഇത് സാധാരണ രേവതി ഉറങ്ങുന്ന സമയമൊന്നുമല്ല, ഇത് മനഃപൂർവ്വം പോയി കിടക്കുക, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഉറങ്ങുമെന്ന് പേടിച്ചിട്ടാണ് അവളീ കയറി കിടക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, അവളെ ഞാനിപ്പോൾ എഴുന്നേൽപ്പിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലോട്ട് കയറാൻ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നിക്ക് ചന്ദ്ര അവിടെ, അവൾക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, അതാ അവൾ ഈ നേരത്തെ പോയി കിടക്കുന്നത്. ഏതായാലും സച്ചി വരട്ടെ, സച്ചി വരുന്നത് വരെ അവൾ ആ മുറിയിൽ തന്നെ കിടക്കട്ടെ, അവളെ വിളിക്കാനൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മുറിയിലോട്ട് കയറിപ്പോവാണേ. ഈ പുറത്ത് നടക്കുന്ന ഒച്ചയും ബഹളമൊന്നും രേവതി കേൾക്കുന്നില്ല. രേവതി ആ ക്ഷീണം കൊണ്ട്, നല്ല പനിയുണ്ട്, അതുകൊണ്ടാണ് രേവതി അത്രയും ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയത്. ചന്ദ്രക്ക് പക്ഷേ രേവതി സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ലേ. ശ്രുതിയോട് പറയുന്നുണ്ട്, നിക്കടാ ഞാൻ കാണിച്ചു തരാം അവളെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രവീന്ദ്രൻ പറഞ്ഞതൊന്നും വകവെക്കാതെ നേരെ മുറിയിലോട്ട് പോയിട്ട് രേവതിയെ കൊട്ടി വിളിക്കുവാണ്. എഴുന്നേക്കടി എഴുന്നേക്കടി എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ ബഹളം വെച്ച് വിളിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ നെട്ടി എഴുന്നേക്കുവാണേ. അയ്യോ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും, എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അമ്മേ ഞാൻ വെറുതെ ഇരുന്നതാ, ഉറങ്ങിപ്പോയി, എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ ചന്ദ്ര പറയും, സുഖമില്ലെന്നോ? നീ മനഃപൂർവ്വം ഈ മുറിയിൽ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചതല്ലേടി, ഇന്നലത്തെ പ്രതികാരം തീർക്കുമല്ലേ നീ? രാവിലെ ഞാൻ അത്രയും പറഞ്ഞിട്ടും നീ നിന്റെ തലയിൽ കയറിയില്ലേ? എങ്ങനെയെങ്കിലും മുറി കിട്ടിയാൽ മതി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ നിനക്ക്? ഇല്ലമ്മേ എനിക്ക് നല്ല സുഖമില്ല, പനിയുണ്ട്. പിന്നെ പനിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മുറി വന്ന് കിടന്നാൽ പനിയൊക്കെ മാറുമോ? പുറത്ത് എന്തോരോ സ്ഥലമുണ്ട്, നിനക്ക് അവിടെ പോയി കിടന്നൂടായിരുന്നോ? നിന്റെ മുറിയിൽ നിനക്ക് സുഖമില്ല, നിന്റെ വീട്ടിൽ നിനക്ക് സുഖമില്ലാതാവുമ്പോൾ ഇതുപോലൊരു മുറിയിൽ കയറി AC ഇട്ടിട്ടാണോ കിടന്നുറങ്ങാറ്? നാണോ ഇല്ലേടി നിനക്ക്? നേരത്തെ വന്ന് മുറിയിൽ സ്ഥലം പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് കിടന്നത്, അതുപോലും ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കല്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി മരുന്നും കൊണ്ട് കയറി വരുവാണ്. ഇവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് സച്ചി പുറത്തുനിന്ന് അങ്ങനെ കേൾക്കുവാണ് ഇവരെ അമ്മ എന്തൊക്കെയാണ് രേവതി പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സച്ചി മുറിയിലോട്ടൊന്നും പോകുന്നില്ല, അവിടെ പുറത്ത് നിന്ന് ഇവരുടെ സംഭാഷണമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. ചന്ദ്ര എന്നിട്ടും നിർത്തുന്നില്ല. ചന്ദ്ര ഇങ്ങനെ രേവതിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സുഖമില്ലെങ്കിൽ എന്താ, നിനക്ക് സ്പെഷ്യൽ വാർഡ് പോലെ ഒരു മുറി വേണോ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്? നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് ജനറൽ വാർഡാ, ഇറങ്ങി പോടിയെന്ന് പറയുമ്പോഴേക്ക് രേവതി പറയും, ശരിയാ അമ്മ പറഞ്ഞത് ശരിയാ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര പറയും, പൊയ്ക്കോളാന്നല്ല പോണം എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിച്ച് വലിച്ച് മുറിയുടെ പുറത്തോട്ട് വലിച്ചുകൊണ്ടും പോകുവാണേ ചന്ദ്ര.
ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടും പോകുന്നത്. പുറത്തെത്തുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന സച്ചിയെ കാണുവാണ്. സച്ചിയെ കാണുന്നതും ചന്ദ്ര ഒന്ന് പേടിക്കുവേ, രേവതിയുടെ കൈ അങ്ങനെ വിടും. അപ്പോഴേക്കും സച്ചി ചോദിക്കും, എന്താ നിർത്തിയോ? എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിരുന്നല്ലോ, ബാക്കിയും പറയാന്ന് സച്ചി പറയുവാണ്. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ മുറി തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കേട്ടില്ലേ അച്ഛ അമ്മ എന്തൊക്കെയാ രേവതിയെ പറയുന്നെന്ന്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്താ ചന്ദ്ര ഇത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രേവതിയെ വിളിക്കരുത്, അവൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന്. എന്നിട്ടും നീ പോയി അവളെ വിളിച്ചെഴുന്നേപ്പിച്ചോ? അപ്പോൾ ഈ ടൈമിൽ തന്നെയാണ് ശ്രീകാന്തും വർഷയും ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ദേ അവിടെ കണ്ടോ, അവിടെ ഒരാൾ 5 സ്റ്റാർ ഹോട്ടലാണ് പണിത് വെച്ചിരിക്കുന്നത്, അവിടെ VIPസിനെ മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, പിന്നെയും ഈ മുറിയുടെ പ്രശ്നമാണോ? അപ്പോൾ സച്ചി പറയും, മുറിയുടെ പ്രശ്നമല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം. അപ്പോൾ തന്നെ നമ്മുടെ രേവതി പറയും, വീട് സച്ചിയേട്ടാ, ശ്രുതി വർഷയെ ശ്രീകാന്തേ വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി പോകുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും. സച്ചി പറയും, നിക്ക് രേവതി, ഇവിടെ നീ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വീട്ടിൽ ഫുള്ളും പണിയെടുത്തുകൊണ്ടിരുന്നിട്ടാണ് നിനക്കിങ്ങനെ വയ്യാതെ ആയത്. അപ്പോഴേക്കും ചന്ദ്ര പറയും, ഏയ് എന്താടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഇവക്ക് ഒരു അസുഖവും ഇല്ല, ഇന്നലെ ശ്രുതി വയ്യാന്ന് പറഞ്ഞ് നേരത്തെ മുറി കയറി കിടന്നല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇവള് നേരത്തെ തന്നെ സ്ഥലം പിടിക്കാൻ വേണ്ടി വയ്യാന്ന് പറഞ്ഞ് മുറി കയറി കിടന്നതെന്ന് ചന്ദ്ര പറയുവാണേ. ചന്ദ്ര, നിന്നോട് ഞാൻ അവളെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും നീ വിളിച്ചു, അവൾ കിടന്നു എന്ന് പറഞ്ഞ് ഇപ്പം എന്താ പ്രശ്നം? ഈ ആഴ്ച മുറി അവർക്കുള്ളതല്ലേന്ന് രവീന്ദ്രൻ ചോദിക്കുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊന്നും ഇങ്ങനെ പുറത്ത് വന്ന് കിടക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇവനെ പോലെ ഇരിപ്പിലിരുന്നിട്ട് പണിയെടുക്കുന്ന AC-ലിരുന്ന് പണിയെടുക്കുന്ന ഒരാളല്ല. എൻ്റെ പണിയെന്ന് വെച്ചാൽ ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. സുഖമായിട്ട് ഉറങ്ങിയാലേ എൻ്റെ ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ബിസിനസ് മൈൻഡാണ് എൻ്റെ എന്നൊക്കെ ശ്രുതി ഭയങ്കര വലിയ ആളായിട്ട് പറയുവാണേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സുധിയേട്ടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഏയ് ബിസിനസ് നീ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനൊരു ദിവസം എത്ര ആൾക്കാരോട് സംസാരിച്ച് ഡീൽ ചെയ്ത് വരുന്ന ആളാണെന്നറിയോ? സംസാരിച്ച് എനിക്കൊന്ന് നിൽക്കാൻ പോലും സമയമില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എന്നാൽ പിന്നെ നീ ഇരിക്കാൻ വേണ്ട, അവിടെ തന്നെ വരെയും വേണ്ട ഇങ്ങോട്ടേക്ക്, ആ കടയിൽ തന്നെ ഒരു പായ വിരിച്ച് നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് സച്ചി ചോദിക്കുവാണേ. ഓ, അപ്പം മൊത്തത്തിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പണിയാണല്ലേ നിൻ്റേന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ. സച്ചി പറയും, അച്ഛാ രേവതിക്ക് നല്ല സുഖമില്ല അച്ഛാ, ഞാനാ രേവതിയോട് ആ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്. അപ്പോൾ സുഖമില്ലെന്നോ? എന്തു പറ്റി? രേവതിക്ക് നല്ല പനിയുണ്ടെന്ന് സച്ചി പറയുവാണ്. എടാ നീ അവളെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചാൽ വരണ്ടേച്ചാ, ഞാൻ അതുകൊണ്ട് ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ പുറത്തോട്ട്, ഞാൻ അവളെ ആ മുറിയിൽ കയറ്റി കിടത്തിയത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടല്ലോ ചന്ദ്രേ, ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രേവതി ഒന്നുമില്ലാതെ മുറിയിൽ പോയി കിടക്കില്ലെന്ന്, അവൾക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ തന്നെ വർഷയൊക്കെ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചിക്ക് സുഖമില്ലേ? അപ്പോൾ തന്നെ ചന്ദ്ര പറയും, വർഷയെ അതൊക്കെ അവൾ വെറുതെ പറയുന്നതാ, സുഖമില്ലെങ്കിൽ എന്താ ഹോളിൽ വന്ന് കിടന്നൂടെ, മുറിയിൽ തന്നെ കിടക്കണോ അവൾക്ക്? ഇതൊക്കെ അവളുടെ അടവാ, മുറിയിൽ കിടന്നുറങ്ങാനുള്ള അടവ് എന്ന് പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വീണ്ടും രേവതിയെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വർഷയെ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ഇപ്പോൾ ഹോളിൽ കിടക്കുന്നത് ഞങ്ങളല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ, അടുത്ത ആഴ്ച നിങ്ങളുടെ ടേൺ അല്ലേ, അപ്പോൾ മനസ്സിലാകും വർഷയ്ക്ക് ഈ ഹോളിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, എന്തിനാ ശ്രുതി ചേച്ചി ഇത്ര സില്ലി കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇതാകുന്നത്, ഭയങ്കര പ്രശ്നമൊക്കെ എടുക്കുന്നത്? അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ രേവതി ചേച്ചിയും സച്ചിയേട്ടനും വന്ന് ഞങ്ങളുടെ മുറി തന്നെ കിടക്കുക തന്നെ ചെയ്യും, ഞാനും ശ്രീകാന്തും എൻ്റെ വീട്ടിലോട്ട് പോവും. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് അങ്ങനെ നെട്ടി നിൽക്കുവാണേ. ഇത്രയും കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.